നമ്മളൊരു മുകുളം എടുത്ത് വേറൊരു മരത്താൽ ഒട്ടിച്ച് ഒരു തയ്യൽ ഒട്ടിച്ച് പിടിപ്പിക്കുന്നതല്ലേ ബെഡിങ്. റബ്ബറൊക്കെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് അങ്ങനെയല്ലേ? ഈ നമ്മുടെ ബെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്ത് അതുപോലെ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ കേട്ടോ. അത് നമ്മൾ സാധാരണ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൈ ബെഡ് ചെയ്യുന്ന റോസൊക്കെ ബെഡ് ചെയ്യും. അപ്പോൾ ആ തയ്യിൽ ഒരു 1.5 സെൻറ്റിമീറ്റർ വീട്ടിൽ നമ്മൾ ബെഡ് ചെയ്യാനായിട്ട് ഒരു തൈയുടെ ഒരു ഏകദേശം ഒരു 2.5 ഇഞ്ച് പൊക്കത്തിൽ, മനസ്സിലായോ? ഇതുപോലെ ഒരു 1.5 സെൻറ്റിമീറ്റർ അകലത്തിൽ 4 വശവും വരഞ്ഞിട്ട് ഈ തൊലി നമ്മളെടുത്ത് മാറ്റി കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ വേറെ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇങ്ങനെ ഒരു ബെഡ് വുഡ് എന്ന് പറയും. നമ്മളിത് റബ്ബർ കമ്പൊക്കെ ചെയ്യാനായിട്ട് ആൾക്കാർ നഴ്സറി കൊണ്ടുപോയില്ലേ, അത്ര ഒരു ബെഡ് വുഡായത്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒരു മുകുളം ഒരു ബെഡ് നമ്മൾ ഇത്രയൊന്നും പൊളിച്ചെടുക്കുക. കണ്ടോ, ഒരു മുകുളം നമ്മളിത്തന്നെ പൊളിച്ചെടുക്കുന്നു. പൊളിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒടിഞ്ഞും പൊട്ടിയൊക്കെ എടുക്കുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇത് പിടിക്കുക. ഇതിന് ഷെയ്ക്കുണ്ടാകും, ക്ഷതമുണ്ടായാൽ പിടിക്കത്തില്ല. ഇത്ര ചെടികളൊന്നും പറ്റാതെ നമ്മൾ നേരെ ഈ പൊളിച്ചെടുത്ത് സ്ഥലത്തേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ബെഡിങ് ടേപ്പ് ഉപയോഗിച്ച് നമ്മളതിനെ കെട്ടുന്നു. മനസ്സിലായോ? ഇതാണ് ബെഡിങ്. എന്ത് ബെഡിങ്ങാ? പാച്ച് ബെഡിങ്. സൈഡ് ഒട്ടിക്കൽ. ഈ ടീ ആകൃതിയിൽ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പാച്ച് ബെഡിങ്, ഇതിനകത്ത് നമുക്ക് എളുപ്പമുണ്ട്. നഴ്സറി കൂടെ നിൽക്കുന്ന തൈകളിലേക്ക് ഇതുപോലെയുള്ള ബെഡ് വുഡ് കൊണ്ടുപോയി നമ്മൾ ഒട്ടിച്ചെടുക്കും. മരങ്ങളൊക്കെ ഈ ഒന്നിൽ കവറിൽ നിൽക്കുക, അല്ലെങ്കിൽ അവർ നഴ്സറികളിനകത്തൂടെ നിൽക്കുന്ന തയ്യലേക്ക് നമ്മൾ കൊണ്ട് ഒട്ടിച്ചെടുക്കുക. അപ്പം നമുക്ക് എന്നാ ഗുണം? ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇതുമണ്ണ ഒരു കമ്പയിൽ നിന്ന് ഒരു തയ്യേ കിട്ടിയുള്ളൂ. ബെഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരമുള്ള എല്ലാ മുകുളങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഓരോ മുകുളങ്ങളും എടുത്ത് ബെഡ് ചെയ്യാൻ മേലെ. ഇപ്പോൾ ഈ ഗ്രാഫ്റ്റിങ് ഒത്തിരി മുകുളങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം കൂടി നമുക്ക് ഒറ്റയെണ്ണല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രാഫ്റ്റിങ്ങിൻ്റെയും ബെഡിങ്ങിൻ്റെയുള്ള വ്യത്യാസം അതാണ് വ്യത്യാസം. ഇത് അടുപ്പിച്ച് ഒട്ടിക്കുന്നു, ഇതൊരു മുകുളം എടുത്ത് ഒരു തയ്യലേക്ക് നമ്മൾ ഒട്ടിച്ച് പിടിപ്പിക്കുന്നു. ഇതാണ് ഗ്രാഫ്റ്റിങ്ങും ബെഡിങ് വ്യത്യാസം. ഇനി നിങ്ങൾക്ക് ടീ ബെഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോസൊക്കെ ചെയ്യുന്ന ടീ ബെഡിങ്, അത് അത്രയേ ഉള്ളൂ. ടീ പോലെ മുറിക്കുന്നത് മാത്രമേ അതിനകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് നേരെ കീപ്പോട്ട് വരയ്ക്കുക ടീ ആകൃതിയിൽ. ഈ ടീ ആകൃതി വരയ്ക്കുമ്പോൾ കണ്ടോ, ഇതും മണ്ണം ടീ ആകൃതി വരയ്ക്കുമ്പോൾ അതങ്ങനെ തന്നെ പൊളിഞ്ഞു വരും ടീ ആകൃതിയിൽ. ഇതിനകത്തേക്ക് നമ്മൾ എടുക്കുന്ന റോസിൻ്റെ കണ്ണ് ഈ ടീയിലേക്ക് ഇറക്കി വെക്കണം. എന്നിട്ട് ഇതുമണ്ണം തന്നെ നമ്മൾ ടേപ്പിട്ട് കെട്ടുക. ഇതാണ് ടീ ബെഡിങ് എന്ന് പറയുന്നത്. ഈ ടേപ്പ് മാത്രം മതിയല്ലേ? ആ ടേപ്പ് മാത്രം മതി. തിരിച്ചും ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഇവിടെ അങ്ങനെ ആരും ചെയ്യാറില്ല. നേരെ തിരിച്ച് ഇങ്ങനെ തിരിച്ചിട്ടും ടീ നേരെ തിരിച്ച് ചെയ്യുന്ന പരിപാടിയുണ്ട്, മനസ്സിലായോ? അങ്ങനെയും ചെയ്യാം. പക്ഷേ നമ്മുടെ ഇവിടെ സാധാരണ മെത്തേഡ് ടീ ആകൃതി ടീ ബെഡിങ് റോസും ചെയ്യാറുണ്ട്. ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട്, അതായത് വിടർന്ന് പോകാത്ത പൂ ഉള്ള ഇതാണ് റോസിൻ്റെ ബെഡ് എടുക്കേണ്ടത്. എന്തുകൊണ്ടെന്ന് അത് പൊളിഞ്ഞ് കിട്ടത്തില്ല, അന്നേരം പൊലിയുള്ളൂ. മൂത്ത് പോയാൽ റോസൊന്ന് കണ്ണ് പൊളിയല്ല, അതുകൊണ്ടാണ് കേട്ടോ. അത് മനസ്സിലായോ? ഇല വിരിയാത്ത, അതായത് നല്ല മൊട്ടായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ബെഡ് പൊളിയാൻ എളുപ്പമുണ്ട്. വിരിഞ്ഞു പോയി ആ പൂ മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് പെട്ടെന്ന് നോക്കും, പൊളിഞ്ഞു വരികയില്ല. നമുക്ക് എടുക്കാൻ ഏറ്റവും എളുപ്പം അതാണ്. ചെമ്പരത്തിയിൽ ചെയ്യാൻ പറ്റുമോ ബെഡിങ്? ചെമ്പരത്തിയിൽ
ഈ പാച്ച് ബെഡൊക്കെ ചെയ്യാം. ടീ ബെഡിനേക്കാൾ എളുപ്പം പാച്ചൊക്കെ പിടിക്കും ചെമ്പരത്തി. പിന്നെ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് പാച്ച് ബെഡ്.